ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ നമ്മൾ കലാത്തിയ പ്ലാന്റ്സിന്റെ കോംബോയും സാൻസവേരിയയുടെ കോംബോയാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഒത്തിരി പേര് സാൻസവേരിയ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ സാൻസവേരിയയുടെ വെറൈറ്റിയും കൂടെ കാണിക്കാം കേട്ടോ. അപ്പം ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ റസ്കോ, കലാത്തിയ റസ്കോ അതിൻ്റെ പ്ലാന്റാണ്. അതിൻ്റെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കോംബോയാണ് കേട്ടോ. റസ്കോ അറിയാം, ഒരു ക്രിംസനോടൊക്കെ സാമ്യമുള്ളതാണ്. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇതിലൊക്കെ കൂടുതൽ ഷൂട്ടുകളുണ്ട്. ഒരു 3 ഷൂട്ട് വരെയൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. 3-4 ഷൂട്ടുകളാണ് മിക്ക ഇതിലുള്ളത്. ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 എണ്ണം വരെയും കാണുന്നുണ്ട്. അപ്പം അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു 3 എണ്ണം എന്തായാലും ഉണ്ടാവും കേട്ടോ. 3 എണ്ണം ഉണ്ടാവും, 3 ഷൂട്ടുകൾ കേട്ടോ. അപ്പം അങ്ങനെയായിരിക്കും പ്ലാന്റുകൾ വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയാണ്. ഇതാ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതാ ഇതൊക്കെ നല്ല ഇതാണ്, ബോട്ടുകളാണ് കേട്ടോ. ഇപ്പോൾ നമുക്കിങ്ങനെ പ്ലാന്റുകൾ വരുമ്പോൾ എല്ലാത്തിലും കറക്റ്റ് പ്ലാന്റുകളാണല്ലോ. ചിലതിൽ 6 ഷൂട്ട് ഉണ്ടാവും, ചിലത് 7 ഷൂട്ട് ഉണ്ടാവും, ചിലതിൽ 3 ഷൂട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 ഷൂട്ട് എന്ന് ഞാൻ പറയണേ കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയെ കാണാനായിട്ട്. പിന്നെ ഓർബിഫോളിയോ കേട്ടോ. ഓർബിഫോളിയോ ചെറിയ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള പ്ലാന്റുകൾ, നിങ്ങൾക്കറിയാം ഓർബിഫോളിയോ നല്ല വിരിഞ്ഞ് ഇലകൾ വരുന്നതാണ്. പക്ഷേ ഇത് ചെറിയ പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. 2-3 ഷൂട്ടുകളായിരിക്കും ഉണ്ടാവുമായിരിക്കും കേട്ടോ. ചെറിയതാണെങ്കിലും ഇതിലിപ്പോൾ 3 ഷൂട്ടുകളുണ്ട്. ഞാൻ വേറെ ഒരെണ്ണം നോക്കിക്കഴിഞ്ഞപ്പോൾ 4 ഷൂട്ട് കണ്ടു, ചിലതിൽ 2 ഷൂട്ടും കണ്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു 2 ഷൂട്ടായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഉള്ളത് നമ്മൾ അതേപോലെ തന്നെയായിരിക്കും വിടുക. എന്നാലും നമ്മൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയണമല്ലോ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചിലർക്ക് ആ 2 ഷൂട്ടുള്ള പ്ലാന്റാ കിട്ടുന്നെങ്കിൽ സങ്കടം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണത്തിലായിരിക്കും 2 ഷൂട്ടുള്ളൂ, പക്ഷെ കിട്ടുമ്പോൾ കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉള്ളത് കിട്ടുമ്പോൾ സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ പ്ലാന്റുകൾ വരുന്നത്. ഈ ഒരു സൈസിലാണ് കേട്ടോ പ്ലാന്റുകളൊക്കെ വരുന്നുള്ളൂ. പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ഇങ്ങനെ ഒരഞ്ഞേക്കുന്നത്, അത് നമ്മൾ ഈ ക്രേറ്റിൽ വരുമ്പോൾ ക്രേറ്റിൽ ഈ ഓർബിഫോളിയുടെ ഇല എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രേറ്റിലൊക്കെ ഒന്ന് കൊള്ളുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരഞ്ഞ പാടുകൾ ഉണ്ടാവും കേട്ടോ. അത് പ്രശ്നമുള്ള കാര്യമില്ല. നെക്സ്റ്റ് ഇല വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓക്കെ ആയിക്കോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ പിടിച്ചു വരുന്ന പ്ലാന്റുകളാണ് ഇതാ ഇങ്ങനെ കേട്ടോ. നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി വലിയ പ്ലാന്റുകൾ, അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ സൈസിലൊക്കെ ആകുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. ഇതാ ഇതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ രണ്ടിനും കൂടെ 650 ആണ് റേറ്റ് വരുന്നത്. 650 പ്ലസ് കൊറിയറാണ് വരുന്നത് കേട്ടോ. 650 പ്ലസ് കൊറിയർ. താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് അങ്ങനെ കിട്ടുന്ന പ്ലാന്റുകളല്ല, ഇത്രയും തിക്കായിട്ടൊക്കെയുള്ള ഇത് കിട്ടുന്നതല്ല. അപ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ. അധികം നമുക്ക് സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഇനി നെക്സ്റ്റ് കോംബോ എന്ന് പറയുന്നത് അതാ നമ്മളുടെ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഇങ്ങനെ ഷൂട്ടുകളുണ്ട് കേട്ടോ. നന്നായിട്ട് ഷൂട്ടുകളുണ്ട്. ഇതാ ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. കുറച്ച് ഹൈറ്റ് കുറവാന്നേ ഉള്ളൂ, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. പിന്നെ റാറ്റിൽ സ്നേക്ക് കേട്ടോ. ഇതാ ഈ ഒരു സൈസിലുള്ള നല്ല തിക്കായിട്ടുള്ള പോട്ടുകളാണ്. റാറ്റിൽ സ്നേക്കൊക്കെ ഇങ്ങനെ കൂടുതൽ ഷൂട്ടുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് 2 ഇത് വെച്ചിട്ട് 2 ഇലകൾ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി 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 നടാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പിടിച്ചു വന്നോളും. ഇതൊക്കെ മഴയത്തേക്ക് അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ, ഒരു കരിച്ചിലോ വേനൽക്കാലത്ത് ചൂടിൻ്റെ കരിച്ചിലോ ഒന്നുമില്ലാതെ വളരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് രണ്ടിനും കൂടെ 600 ആണ് വരുന്നത്. 600 പ്ലസ് കൊറിയർ ആണ് കേട്ടോ വരുന്നത്. 600 പ്ലസ് കൊറിയർ. പിന്നെ നമ്മൾ സാൻസവേരിയയുടെ കോംബോ ആണ് കാണിക്കുന്നത്. സാൻസവേരിയ വിറ്റിനിയാണ് കേട്ടോ ആദ്യത്തെ ഇത് വരുന്നത്. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. പക്ഷേ എല്ലാത്തിലും 2 ഷൂട്ടുകൾ വീതമായിരിക്കും കേട്ടോ. ഇത് നല്ല വൃത്തിയായിട്ടുള്ള ഒരു കോംബോ തന്നെയാണ്. അതാ ഇങ്ങനെയുള്ള ഇത് നമുക്കറിയാം. സാൻസവേരിയൊക്കെ ഓൺലൈനിലൊക്കെ നന്നായിട്ട് വിലയായിട്ടുള്ള പ്ലാന്റുകളാണ്. നമുക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണല്ലോ. പ്രത്യേകിച്ച് ഈ വിറ്റിനി എന്ന് പറഞ്ഞ വെറൈറ്റിയൊക്കെ ഇൻഡോറിലേക്ക് ഏറ്റവും പറ്റുന്നതാണ്. അപ്പോൾ അതാ ഇങ്ങനെ 2 ഷൂട്ടുകളായിരിക്കട്ടെ. ചെറുതും വലുതൊക്കെ ആയിട്ട് 2 ഷൂട്ടുകൾ. എന്തായാലും 2 ഷൂട്ടുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. ഇതാ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെറിയ പോട്ടിലാണ് വരുന്നത്. നമുക്ക് കംഫർട്ടായിരിക്കും അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ രീതിയിലുള്ള പോട്ടുകളിൽ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അങ്ങോട്ട് അയക്കും കേട്ടോ. നമ്മൾ എടുത്ത് മാറ്റുമൊന്നുമില്ല, അങ്ങനെ തന്നെയായിരിക്കും അയക്കണേ. അപ്പോൾ ഇനി ഈ ഒരു വെറൈറ്റിയാണേ. ഇതിൻ്റെ പേര് അതാ. ഇത് പല സൈസിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയായിട്ടും വരുന്നുണ്ട്, ഇതാ ഇങ്ങനെയായിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല പല സൈസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നതൊക്കെ ഒരേ രീതിയിലുള്ളതായിരിക്കില്ലല്ലോ. അപ്പോൾ ഇത് ഒറ്റ ഷൂട്ടായിരിക്കും കേട്ടോ. ഇതാ ഇങ്ങനെയാണ് പ്ലാന്റുകൾ തന്നെ. അപ്പോൾ ഇത് രണ്ടിനും കൂടെ 250 ആണ് വരുന്നത്. 250 പ്ലസ് കൊറിയറാണ് വരുന്നത്. താല്പര്യമുള്ളവരോട് മെസ്സേജ് ചെയ്തോളൂ. ഇപ്പോൾ കലാത്തിയുടെ കോംബോയുടെ കൂട്ടത്തിൽ സുഖമായിട്ട് എടുക്കാം കേട്ടോ. ഇതിന് വലിയ കൊറിയർ ചാർജ് ഒന്നും വരത്തില്ല. അപ്പോൾ ഇങ്ങനെ എടുക്കാം കേട്ടോ. കൂട്ടത്തിലാണെങ്കിൽ വഴിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കറിയാലോ ഒരു പ്ലാന്റ് ആണെങ്കിലും 4 പ്ലാന്റ് ആണെങ്കിലും ഒരേ കൊറിയർ ചാർജേ വരുള്ളൂ. ഒരു കിലോ വരെയുള്ള പ്ലാന്റുകളൊക്കെ കിലോ കണക്കാണ് കൊറിയർ ചാർജൊക്കെ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഓർഡർ ചെയ്യാനൊക്കെ. നോക്കിക്കോളും.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇത് കാർട്ട് ആഡ് ചെയ്തിട്ട് കൊറിയർ ചാർജ് എത്രയാവും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്കിതാ നമ്മളുടെ എയർ പ്ലാന്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു പോയി. ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഈ എയർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമുക്ക് പ്ലാന്റ്. ഇതാ ഇങ്ങനെയുള്ളൂ. ഇത് ഇങ്ങനെ ഷൂട്ടുകളൊക്കെ വന്ന് ഇങ്ങനെ നിറയും, ഇങ്ങനെ വിരിഞ്ഞ് വരും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കറിയാലോ, എയറിൽ നിന്നാണ് ഇതിൻ്റെ പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ എടുത്തിട്ട് വളരുന്ന പ്ലാന്റ് ആണല്ലോ. ഇത് നമുക്ക് മണ്ണൊന്നും വെക്കണ്ട. അപ്പോൾ നമുക്ക് മണ്ണോ കൊക്കോപീറ്റോ ഒന്നും വെച്ചിട്ട് ഇത് പാക്ക് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ വെറുതെ നമ്മൾ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടായിരിക്കും വിടുക. അപ്പം ഞാൻ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ പാക്കറ്റിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയോട് ചേർന്നിട്ട് നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ പ്രത്യേകം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിട്ടായിരിക്കും നമ്മൾ വെച്ചേക്കുന്നത്. എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് പാക്കറ്റിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും ഇത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 2 കസ്റ്റമേഴ്സായി ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ പേപ്പർ അങ്ങനെ തന്നെ എടുത്ത് കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയണേ. അപ്പോൾ ഇത്രയും ചെറിയ പ്ലാന്റ് ആയതാണ് അവരുടെ കണ്ണിൽ പെട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ക്ലിയർ ആവണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റ് വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പാക്കറ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് നോക്കിയിട്ട് മാത്രമാണ് പാക്കറ്റ് കത്തിച്ചൊക്കെ കളയാമോളൂ കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കുക. എന്നോട് പറഞ്ഞ് ഒരു 10 മിനിറ്റിനുള്ളിൽ പാക്കറ്റ് കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ ഉണ്ട്. എന്തോ പറ്റിയതെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. എനിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ തിരിച്ച് വിളിക്കുന്നുണ്ടെങ്കിലും അപ്പോഴത്തേക്കും പേപ്പറുകളൊക്കെ കളഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതേ പെയിൻ്റ് ലേഡി നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതേ ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, ഒരു മെയിൻ പ്ലാന്റും ചെറിയ ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. പിന്നെ നമ്മളുടെ ഈ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട്. നമ്മളുടെ നാരോ അഗ്ലോണിമ ചൈന റെഡ് നാരോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ പ്ലാന്റിന് താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ വിറ്റിനി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. വിറ്റിനിന്നും പോട്ട് വിദൂരി അഗ്ലോണിമ വിദൂരി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ. പിന്നെ നിങ്ങൾക്കറിയാം, ഇത് ഞാൻ 2 ആഴ്ച മുമ്പിലുള്ള വീഡിയോയിൽ കാണിച്ചതാണ്. സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. ഹോയ വെറൈറ്റിയാണ്. ഹോയ വേരിഗേറ്റഡ് വെറൈറ്റിയാണ് കേട്ടോ. ഹോയ ബെല്ല മാർഗറ്റ്. പിന്നെ നമുക്ക് നല്ല റെഡ് വെറൈറ്റി ഇഗ്സോറ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ പിങ്കും വൈറ്റും കൂടെ ചേർന്ന് പൂക്കളില്ലാത്തതാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളത്. ഇത് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അത് പൂവിൻ്റെ പടം ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വരുന്ന പ്ലാന്റുകൾക്ക് പൂക്കൾ ഉണ്ടാവുമായിരിക്കില്ല കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് പൂക്കളുള്ള പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് വന്നേക്കണതിന് എല്ലാത്തിലും തന്നെ ഈ ഒരു സൈസിൽ ഇത് കണ്ടോ, ഇങ്ങനെ നല്ലോണം അടുക്കടുക്കായിട്ടുള്ള പൂവാണ് വന്നേക്കണത്. എല്ലാത്തിലും തന്നെ പൂക്കളുണ്ട് കേട്ടോ. പക്ഷേ ചിലപ്പോൾ പാക്കറ്റിലേക്ക് വരുമ്പോൾ ഒത്തിരി പൂക്കൾ കൊഴിഞ്ഞു പോയേക്കാം. പാക്കറ്റിൽ കൊഴിഞ്ഞ് കിടക്കാം. ചിലപ്പോൾ ചിലതിലൊന്നും പൂക്കളില്ലാതെ ആയിരിക്കും കേട്ടോ. പൂക്കളുണ്ട്, നിലവിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ പൂക്കളുണ്ട്. പക്ഷെ എല്ലാം കൊഴിഞ്ഞിട്ട് പാക്കറ്റിൽ കിടക്കുന്നുണ്ടാവാം, നമ്മൾ ഈ ക്ലൈമറ്റിൻ്റെ വേരിയേഷനും കൊണ്ട്. അപ്പോൾ അത് കാര്യം ഓർത്തിരിക്കുക കേട്ടോ. പൂക്കളോട് കൂടിയായിരിക്കും നമ്മൾ പാക്ക് ചെയ്യണം കേട്ടോ. ഇത് 3 ചട്ടിയിൽ നിങ്ങൾക്ക് നടാം. 3-4 പ്ലാന്റുകളൊക്കെ ചേർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിലിപ്പോൾ 4 പ്ലാന്റ് കാണുന്നുണ്ട്. ഒരു പോട്ടിൽ തന്നെ 2 വീതം ആണ് കേട്ടോ കുത്തിയേക്കണേ. ഇതിപ്പോൾ മൊത്തം ഇതിൽ കാണുന്നത് 5 പ്ലാന്റുകളാണ്. അത്രയും പ്രതീക്ഷിക്കേണ്ട. 3 പ്ലാന്റ് എന്തായാലും 3 ചട്ടികളായിട്ട് തന്നെ കുഞ്ഞു പോട്ടുകളുണ്ട്. അപ്പം സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റി നടാവുന്നതുമാണ് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്തോളൂ. കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇത് കാണാം. ഇത് നമ്മളുടെ ഫിലാഡ്രൻഡോൺ വെറൈറ്റിയാണ്. ഫിലാഡ്രൻഡോൺ ഹാർട്ട് ലീഫ് എന്നൊക്കെ പറയും. ഇത് കേട്ടോ. പിന്നെ നമ്മുടെ മാർബിൾ ഗോൾഡൻ പോത്തോസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. അതിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് അത്. ഇതിപ്പോൾ അധികം ഇതല്ല, കൂടുതൽ യെല്ലോയിഷ് ആണ്. ലീഫ് ചെറുതാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് സൈസൊക്കെ വരുന്നത്. ഇത് ഇപ്പോൾ താല്പര്യമുള്ളവർ ഇത് മെസ്സേജ് അയച്ചോളൂ. ഇത് നമുക്ക് അത്രയ്ക്ക് കോമൺ ആയിട്ടുള്ള പ്ലാന്റ് അല്ല, കുഞ്ഞി ഇലകളാണ്. ചെറിയ ഇലകൾ കുറച്ചും കൂടെ ഇതായിട്ടുള്ള ഒരു യെല്ലോയും ഗ്രീനും കൂടെ ചേർന്നിട്ട് കുറച്ചും കൂടെ കളറുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നതാണ്. ഇത് എപ്പിപ്രേമം ഔറ വേരിഗേറ്റഡ് വെറൈറ്റിയാണ് കേട്ടോ വരുന്നേക്കണേ. ഈ ഒരു വേരിഗേഷനൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താവുന്നതാണ്. എല്ലാ ഇലകളിലും വേരിഗേഷൻ ഇല്ല കേട്ടോ. ചെറിയ ചില ഇലകളിലാണ് വേരിഗേഷൻ ഉള്ളൂ. പിന്നീട് ആയിക്കോളൂ കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. ഇങ്ങനെ
താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മളുടെ ഫിലാഡൻഡോൺ വെറൈറ്റി, ഫിലാഡൻഡോൺ നമ്മളുടെ ഏതാ ചോക്ലേറ്റ് ഇംപ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ഇംപ്രസ് എന്നിട്ടുള്ള പ്ലാന്റുകളാണ് വരണേക്കുന്നത് കേട്ടോ. ഇതാ ഇത് പ്ലൂട്ടോ ആയിട്ട് വരുന്നില്ല, ഇംപ്രസ് പ്ലൂട്ടോ റെഡ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ നിന്ന് വന്നത്. പക്ഷെ പ്ലൂട്ടോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്ലൂട്ടോ കുറച്ചും കൂടെ ലീഫ് വലുത് ഇങ്ങനെ നീളത്തിലുള്ളതാണല്ലോ. ഇത് നമ്മുടെ ചോക്ലേറ്റ് ഇംപ്രസ് ഒക്കെ വരില്ലേ, ചോക്ലേറ്റ് ഇംപ്രസ് ഒക്കെ വരുന്നതിന് ആ ഒരു ഇതിലുള്ള പ്ലാന്റ് ആണ്. ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. പിന്നെ ഇത് ഏതാ വരുന്നേ, സെബു വരിക, സെബു ബ്ലൂ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ആ പ്ലാന്റ് ആണ്. ഇത് എപ്പിപ്രൈമം വെറൈറ്റി തന്നെയാണ്. ഇതിന്റെ ഒരു ഇലക്ക് ലീഫിന് എന്താ ഒരു സിൽവർ ടച്ച് ആണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല രസമാണ്. നല്ല തിക്കായിട്ടൊക്കെ വളർത്താം. ഇൻഡോറിലേക്കൊക്കെ നമുക്ക് ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ടോ. പിന്നെ കലാത്തിയുടെ വെറൈറ്റി തന്നെ ഈ 2 വെറൈറ്റിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ മക്കിയോന ഈ വെറൈറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇത് വിറ്റാറ്റ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ പോത്തോസ് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നിയോൺ പോത്തോസ് ഫുൾ പോട്ടിൻ്റെ വന്നിട്ടുണ്ട്. അധികം സ്റ്റോക്കിൽ വന്നിട്ടില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. 160 റുപ്പീസ് എന്തോ 170 റുപ്പീസാണ് കേട്ടോ വരുന്നത്. നോക്കിക്കോളൂ, കാറ്റലോഗിൽ നോക്കിക്കോളൂ കേട്ടോ. നല്ല പ്ലാന്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് വന്നിട്ടുണ്ട്, നമ്മളുടെ ഹവോത്തിയ വെറൈറ്റി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പോട്ടിൽ എന്തായാലും ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ട് ഒരു മെയിൻ പ്ലാന്റും പിന്നെ ബേബി പ്ലാന്റുകളൊക്കെ കൂടെ അങ്ങനെയാണ് വരുന്നേക്കുന്നത്. പിന്നെ ബ്രെയിൻ കാക്ടസ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്, ഇങ്ങനെ. പിന്നെ നമ്മളുടെ പെഡിലാന്തസ് വെറൈറ്റി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 2 വെറൈറ്റികളും സ്റ്റോക്കിലുണ്ട്. ഇത് വേരിഗേറ്റഡ് വെറൈറ്റി, ഇത് ഗ്രീൻ വെറൈറ്റി. പിന്നെ ബാംബൂ പാം സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഒരു 6-7 പ്ലാന്റുകളൊക്കെ ആയിരിക്കും ഒരു പോട്ടിലുണ്ടായിരിക്കുക. അത് നല്ല ഭംഗിയിൽ പെട്ടെന്ന് വളർന്നു വരുന്ന പ്ലാന്റുകളാണ്. പിന്നെ ഒരു വെറൈറ്റി വന്നിരിക്കുന്നത് ഇത് പെപ്രോമിയ വെറൈറ്റിയാണ്. പെപ്രോമിയ വാനില എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നല്ല രസമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പേര് പറയുമ്പോൾ കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ, പിക്ചർ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയേ. ഇങ്ങനെ കേട്ടോ. പെപ്രോമിയ വെറൈറ്റിയാണ്. എല്ലാത്തിലും ഈ തിരി ഉണ്ടാവണമെന്നില്ല കേട്ടോ. പെപ്രോമിയ വെറൈറ്റികൾക്കൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. അതിലെല്ലാത്തിലും ഇല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. ഇത് നമ്മൾ പോട്ട് സഹിതമായിരിക്കും മിക്കവാറും പോട്ട് സഹിതം വിടാട്ടോ, അല്ലെങ്കിൽ പോട്ട് മാറ്റിയിട്ട് നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ബേർഡ് ഓഫ് പാരഡൈസ് നല്ല ഭംഗിയുള്ള അടിപൊളി നല്ല കരുത്തുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട്, സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഹൈറ്റ് കുറവാണെന്നുള്ളൂ, പക്ഷെ നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളുടെ അലോക്കേഷ്യ വെറൈറ്റി, അലോക്കേഷ്യ ബാംബിനോ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു 3 പ്ലാന്റുകൾ കാണുന്നുണ്ട്. 3 പ്ലാന്റ് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. മെയിനായിട്ടും ഒരു മദർ പ്ലാന്റും അതിനോട് ചേർന്നിട്ടുള്ള ബേബി പ്ലാന്റും ആയിരിക്കും കേട്ടോ. അങ്ങനെ 3 പ്രതീക്ഷിക്കേണ്ട, ഒരു മദർ പ്ലാന്റും ഒരു ബേബി പ്ലാന്റും അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ മദർ പ്ലാന്റ് വലുതായിരിക്കും, ബേബി പ്ലാന്റ് ചെറുതുമായിരിക്കും കേട്ടോ. ചിലപ്പോൾ ചില പ്ലാന്റുകളിലൊക്കെ ഒരേപോലത്തെ തന്നെ മദർ പ്ലാന്റും ബേബി പ്ലാന്റും ഒരേ സൈസിലുള്ളതായിരിക്കും കേട്ടോ. എന്തായാലും 2 പ്ലാന്റ് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു വെറൈറ്റി സാൻസവേരിയയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കോമ്പോയുടെ കൂട്ടത്തിൽ ഇതും കൂടെ വേണമെങ്കിൽ നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് നോക്കി എടുത്തോളൂ കേട്ടോ. ഇത് നമുക്ക് അധികം സ്റ്റോക്കിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ കോമ്പോയിൽ ചേർക്കാഞ്ഞേ. ഈ ഒരു വെറൈറ്റി കേട്ടോ. ഇതിൻ്റെ പാറ്റേൺ ഇതാണ് വരുന്നത്. നമ്മുടെ സൂപ്രബേനോടൊക്കെ സാമ്യമുള്ള ഒരു ഇതാണ്. പിന്നെ നമുക്ക് ഇത് വന്നിട്ടുണ്ട് നമ്മളുടെ ഡ്രസീന വെറൈറ്റി കേട്ടോ. കൊളറോമ ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും കേട്ടോ. ബാക്കി നമുക്കിവിടെ ഇതും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രസീന വെറൈറ്റി ഒരു പോട്ടിൽ 2 എണ്ണം. രസിങ് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ബാക്കി പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇത് പറയാനായിട്ട് റേറ്റ് കിട്ടാറില്ല. ഞാൻ മിക്കവാറും റേറ്റ് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കും, പക്ഷേ റേറ്റ് മനസ്സിൽ കിട്ടാറില്ല. അപ്പോൾ കാറ്റലോഗിലുണ്ട്, എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ കാറ്റലോഗിൽ എടുത്ത് നോക്കാം. എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കാറ്റലോഗിൽ നോക്കിക്കോളൂ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് കാറ്റലോഗിൻ്റെ ലിങ്ക് കാറ്റലോഗ് ഇട്ട് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഒരു പ്രശ്നമില്ല. എല്ലാവരും നോക്കി ഇഷ്ടപ്പെട്ട് വിലയും കൊണ്ടും എല്ലാം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ കാറ്റലോഗ് ഇട്ടേക്കുന്നത്.
അപ്പം ചിലവർ കറക്റ്റായിട്ട് ഈ വീഡിയോ ചെയ്യുന്നേക്കാളും തൊട്ട് മുമ്പ് എല്ലാം കാറ്റലോഗ് എടുത്ത് നോക്കി ഓർഡർ ചെയ്യും. പിന്നെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ സൈസുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഫോട്ടോയിൽ കണ്ടതും ഇതുമായിട്ടൊന്ന് മാച്ച് ചെയ്തിട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ശനിയാഴ്ചകളിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് പ്ലാൻസുകൾ അയക്കുക. വിതിൻ 2 days എല്ലായിടത്തും പ്ലാൻസുകൾ കിട്ടുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.